ഉത്തര കൊറിയയിൽ നിന്നും സുപ്രധാനമായിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഉത്തര കൊറിയ വലിയ രീതിയിൽ ആയുധങ്ങൾ പരീക്ഷിക്കുന്ന ഒരു രാജ്യമാണ്. പ്രധാനമായിട്ടും അണുവായുധം, ന്യൂക്ലിയർ ബോംബ്, ഹൈഡ്രജൻ ബോംബെല്ലാം അമേരിക്കയുടെ വാക്കുകൾ കേൾക്കാതെ ഉത്തര കൊറിയ പരീക്ഷിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. റഷ്യയുടെയും ചൈനയുടെയും അടുത്ത സുഹൃത്താണ് ഉത്തര കൊറിയ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അമേരിക്കയുടെ വലിയ ശത്രുവുമാണ് ഉത്തര കൊറിയ. എന്തായാലും ഉത്തര കൊറിയയിൽ നിന്നുള്ള ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്, ഉത്തര കൊറിയയിൽ വിക്ഷേപണത്തിനിടെ യുദ്ധക്കപ്പൽ തകർന്നു വീണു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വിക്ഷേപണത്തിനിടെ ഒരു ഉത്തര കൊറിയൻ യുദ്ധക്കപ്പലിന് അബദ്ധത്തിൽ കേടുപാടുകൾ സംഭവിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. യുദ്ധക്കപ്പലിന്റെ വിക്ഷേപണ ചടങ്ങിൽ ഉത്തര കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നും സന്നിഹിതനായിരുന്നു. അദ്ദേഹത്തിന്റെ കൺമുന്നിലാണ് ഈ അപകടം സംഭവിച്ചത്. നമുക്കറിയാം കിം ജോങ് ഉന്നിനെ കുറിച്ച്. അദ്ദേഹത്തിൻ്റെ അമ്മാവനെ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് മീറ്റിങ്ങിലിരുന്ന് ഉറങ്ങി എന്ന് പറഞ്ഞ് സ്നൈപ്പർ ഗണ്ണെടുത്ത് അദ്ദേഹം തല വെടിവെച്ച് ചിതറിച്ചു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ തല, അതായത് കിം ജോങ് ഉന്നിൻ്റെ അമ്മാവൻ്റെ തല തണ്ണിമത്തൻ ചിതറുന്നത് പോലെയാണ് ചിതറിപ്പോയത് എന്നാണ് ആ റിപ്പോർട്ടിൽ ആ സമയത്തൊക്കെ സൂചിപ്പിച്ചിരുന്നത്. ഉത്തര കൊറിയയിൽ അദ്ദേഹത്തിനായി ഒരുപാട് നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് കിം ജോങ് ഉന്നിൻ്റെ സ്റ്റൈലിൽ മുടിവെട്ടാൻ പാടില്ല. കിം ജോങ് ഉൻ നടന്നു വരുമ്പോൾ എല്ലാവരും കൈയടിക്കണം. കിം ജോങ് ഉന്ന് ഒരു വർഷം ഇത്ര കോടി രൂപയ്ക്ക് മദ്യം കുടിക്കും. കിം ജോങ് ഉൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ നാട്ടിൽ അവിടെ അദ്ദേഹം പറയുന്ന ചാനലുകൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അവിടെ ഇൻ്റർനെറ്റ് ഇല്ല. ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിലും വളരെ നിയന്ത്രിതമായ നിയന്ത്രിച്ചാണ് അവിടെ ജനങ്ങൾക്ക് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് വേറൊരു കാര്യം. അദ്ദേഹം എന്തിച്ഛിക്കുന്നുവോ അത് മാത്രമേ അവിടെയുള്ള ജനങ്ങൾക്ക് കാണാനായി സാധിക്കുകയുള്ളൂ. ദ ഡിപ്രസ്ഡ് കൺട്രി എന്നാണ് ഉത്തര കൊറിയ അറിയപ്പെടുന്നത്. എന്തായാലും ഈ യുദ്ധക്കപ്പലിൻ്റെ വിക്ഷേപണം, അതായത് യുദ്ധക്കപ്പൽ നീറ്റിലിറക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അതിന് കേടുപാടുകൾ സംഭവിച്ചു, അത് തകർന്നുപോയി എന്ന് പറയുമ്പോൾ കിം ജോങ് ഉൻ എങ്ങനെയായിരിക്കും പ്രതികരിച്ചത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. അദ്ദേഹം വലിയ രീതിയിലുള്ള കോപം അവിടെ, അതായത് കുപിതനായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുറ്റവാളികളെ എത്രയും വേഗം കണ്ടുപിടിച്ച് തൻ്റെ മുന്നിൽ കൊണ്ടെത്തിക്കാൻ അദ്ദേഹം നിലവിളിച്ചു എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഉത്തര കൊറിയൻ നാവികസേനയ്ക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ള 5000 ടൺ ഭാരമുള്ള ഒരു പുതിയ യുദ്ധക്കപ്പലാണ് ഇപ്പോൾ നീറ്റിലിറക്കുന്ന ചടങ്ങിൽ തകർന്നു വീണിരിക്കുന്നത്. ലഭിച്ച വിവരമനുസരിച്ച് ഫ്ലാറ്റ് കാർ അതിന് പിന്തുടരാൻ കഴിയാതെ വന്നതിനാൽ കപ്പൽ റാമ്പിൽ നിന്ന് തെന്നി മാറി കുടുങ്ങിപ്പോയി. ഇത് ബാലൻസ് നഷ്ടപ്പെടാനും കപ്പലിൻ്റെ അടിഭാഗത്തിന് കേടുപാടുകൾ വരുത്താനും കാരണമായി എന്നുള്ളതാണ്. ഇതോടുകൂടി കിം ജോങ് ഉന്നിന് ദേഷ്യമായി. വടക്ക് കിഴക്കൻ തുറമുഖമായ ചോങ് ജിന്നിൽ ബുധനാഴ്ച നടന്ന ഒരു ചടങ്ങിൽ ഉണ്ടായ ദുരന്തം കിമ്മിന് നാണക്കേടുണ്ടാക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ദേഷ്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. തുടർന്ന് അദ്ദേഹം കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ പിടിച്ചുകെട്ടി തൻ്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള ഒരു ആജ്ഞ കൊടുത്തിട്ടുണ്ട്. ഇതിനായി ഒരു യോഗവും വിളിച്ചു. ഈ യോഗത്തിൽ സംഭവത്തിന് സൈനിക ഉദ്യോഗസ്ഥരെയും ശാസ്ത്രജ്ഞരെയും കപ്പൽശാല മാനേജർമാരെയും കിം ജോങ് ഉൻ വളരെ വലിയ രീതിയിൽ ശകാരിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ട് പുറത്തു വരുന്നു. ഗുരുതരമായിട്ടുള്ളൊരു അപകടവും ക്രിമിനൽ പ്രവൃത്തിയുമാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഉചിതമായിട്ടുള്ള ശിക്ഷ ഞാൻ നൽകും എന്നാണ് കിം ജോങ് ഉൻ പറഞ്ഞിരിക്കുന്നത്. കടുത്ത അശ്രദ്ധയും ശാസ്ത്രീയ ധാരണയുടെ അഭാവവുമാണ് ഇതിന് കാരണമെന്നും കിം ജോങ് ഇപ്പോൾ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടും അവരെ ശിക്ഷിക്കുമെന്ന് ആക്രോശിച്ചുകൊണ്ടും ഇപ്പോൾ നടത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.